ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ശനിയാഴ്ച നടക്കുന്ന 10th പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയറിലെ കേരള നവോത്ഥാനത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 5 ചോദ്യങ്ങളുണ്ടായിരിക്കും. ആ 5 ചോദ്യങ്ങൾക്കും ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അരയ സമാജത്തിൻ്റെ സ്ഥാപകൻ. ഓപ്ഷൻ എ പണ്ഡിറ്റ് കറുപ്പൻ. അരയ സമാജത്തിൻ്റെ സ്ഥാപകൻ പണ്ഡിറ്റ് കറുപ്പൻ. കുറിച്യ കലാപത്തിൻ്റെ നേതാവ്. ഓപ്ഷൻ സി രാമനമ്പി. കുറിച്യ കലാപത്തിൻ്റെ നേതാവ് രാമനമ്പി. കുമാരഗുരുദേവൻ ആരംഭിച്ച പ്രസ്ഥാനം. ഓപ്ഷൻ ഡി പ്രത്യക്ഷരക്ഷാ ദൈവസഭ. കുമാരഗുരുദേവൻ ആരംഭിച്ച പ്രസ്ഥാനം പ്രത്യക്ഷരക്ഷാ ദൈവസഭ. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവ്. ഓപ്ഷൻ എ ഡോക്ടർ KB മേനോൻ. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവ് ഡോക്ടർ KB മേനോൻ. ചട്ടമ്പിസ്വാമിയുടെ പ്രധാന കൃതി. ഓപ്ഷൻ ബി പ്രാചീന മലയാളം. ചട്ടമ്പിസ്വാമിയുടെ പ്രധാന കൃതി പ്രാചീന മലയാളം. കുണ്ടറ വിളംബരം നടത്തിയ വർഷം. ഓപ്ഷൻ ബി 1809. കുണ്ടറ വിളംബരം നടത്തിയ വർഷം 1809. കല്ലുമാല സമരം നയിച്ചത്. ഓപ്ഷൻ സി അയ്യങ്കാളി. കല്ലുമാല സമരം നയിച്ചത് അയ്യങ്കാളി. മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമായിരുന്നു? ഓപ്ഷൻ ഡി ശ്രീരംഗപട്ടണം ഉടമ്പടി. മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമായിരുന്നു? ശ്രീരംഗപട്ടണം ഉടമ്പടി. വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത്. ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളനം നടന്ന സ്ഥലം. ഓപ്ഷൻ ഡി ആലുവ. ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളനം നടന്ന സ്ഥലം ആലുവ. അയ്യങ്കാളി ജനിച്ച ദിവസം. ഓപ്ഷൻ ഡി 1863 ഓഗസ്റ്റ് 28. അയ്യങ്കാളി ജനിച്ച ദിവസം 1863 ഓഗസ്റ്റ് 28. സമപന്തി ഭോജനം സംഘടിപ്പിച്ചതാര്? ഓപ്ഷൻ സി വൈകുണ്ഠസ്വാമി. സമപന്തി ഭോജനം സംഘടിപ്പിച്ചതാര്? വൈകുണ്ഠസ്വാമി. അക്കമ്മ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത്. ഓപ്ഷൻ സി R പാർവതി ദേവി. അക്കമ്മ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് R പാർവതി ദേവി. ആഗമാനന്ദ അന്തരിച്ച വർഷം. ഓപ്ഷൻ സി 1961. ആഗമാനന്ദ അന്തരിച്ച വർഷം 1961. 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഓപ്ഷൻ ബി ഇന്ദിരാഗാന്ധി. 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഇന്ദിരാഗാന്ധി. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആര്? ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമി. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആര്? വൈകുണ്ഠസ്വാമി. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാന കാരണം. ഓപ്ഷൻ എ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാന കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. കുണ്ടറ വിളംബരം നടന്നതെന്ന്? ഓപ്ഷൻ ഡി
1809 ജാനുവരി 11. കുണ്ടറ വിളംബരം നടന്നതെന്ന്? 1809 ജാനുവരി 11. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയതെന്ന്? ഓപ്ഷൻ സി 1859 ജൂലൈ 26. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയതെന്ന്? 1859 ജൂലൈ 26. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നതാര്? ഓപ്ഷൻ ബി ആഗമാനന്ദ സ്വാമി. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആര്? ആഗമാനന്ദ സ്വാമി. 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? ഓപ്ഷൻ ബി അക്കാമ ചെറിയാൻ. 1114 കഥ എന്ന കൃതി രചിച്ചതാരാണ്? അക്കാമ ചെറിയാൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വനിത? ഓപ്ഷൻ ഡി അക്കാമ ചെറിയാൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വനിത അക്കാമ ചെറിയാൻ. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? ഓപ്ഷൻ ഡി വെങ്ങാനൂർ. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? വെങ്ങാനൂർ. 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ? ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമി. 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ചു പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമി. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? ഓപ്ഷൻ ഡി തലശ്ശേരി. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? തലശ്ശേരി. ഒന്നാം പഴശ്ശിക്കലാപം അവസാനിച്ച വർഷം? ഓപ്ഷൻ സി 1797. ഒന്നാം പഴശ്ശിക്കലാപം അവസാനിച്ച വർഷം 1797. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം? ഓപ്ഷൻ ഡി അഞ്ചുതെങ്ങ് കലാപം. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം അഞ്ചുതെങ്ങ് കലാപം. ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? ഓപ്ഷൻ ഡി പഴശ്ശി വിപ്ലവം. ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? പഴശ്ശി വിപ്ലവം. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം? ഓപ്ഷൻ സി 1930. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം 1930. കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാ ക്രമം ഏത്? ഓപ്ഷൻ ബി 3142. ആറ്റിങ്ങൽ കലാപം 1721, കുളച്ചൽ യുദ്ധം 1741, ശ്രീരംഗപട്ടണം ഉടമ്പടി 1792, കുണ്ടറ വിളംബരം 1809. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാ ക്രമം വർഷങ്ങളും കൂടെ ചേർത്ത് പഠിക്കുക. ആറ്റിങ്ങൽ കലാപം 1721, കുളച്ചൽ യുദ്ധം 1741, ശ്രീരംഗപട്ടണം ഉടമ്പടി 1792, കുണ്ടറ വിളംബരം 1809. ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ, കൊട്ടിയോട്ട് രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭരണാധികാരി? ഓപ്ഷൻ എ പഴശ്ശി രാജ. ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ, കൊട്ടിയോട്ട് രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭരണാധികാരി പഴശ്ശി രാജ. കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ? ഓപ്ഷൻ സി ലോഗൻ കമ്മീഷൻ. കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ലോഗൻ കമ്മീഷൻ. തരിസാപ്പള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത്? ഓപ്ഷൻ എ അയ്യനടികൾ തിരുവടികൾ. തരിസാപ്പള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത് അയ്യനടികൾ തിരുവടികൾ. ആധുനിക കാലത്തെ മഹാ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം? ഓപ്ഷൻ ബി ക്ഷേത്രപ്രവേശന വിളംബരം. ആധുനിക കാലത്തെ മഹാ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ക്ഷേത്രപ്രവേശന വിളംബരം.
തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി. ഓപ്ഷൻ ബി റാണി ഗൗരി പാർവതി ഭായി. തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി റാണി ഗൗരി പാർവതി ഭായി. രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത്. ഓപ്ഷൻ എ ഹെർമൻ ഗുണ്ടർട്ട്. രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ഹെർമൻ ഗുണ്ടർട്ട്. തുലാം 10 സമരം എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി പുന്നപ്ര വയലാർ സമരം. തുലാം 10 സമരം എന്നറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരം. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയാക്കിയ ഉടമ്പടി. ഓപ്ഷൻ ബി ശ്രീരംഗപട്ടണം ഉടമ്പടി. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയാക്കിയ ഉടമ്പടി ശ്രീരംഗപട്ടണം ഉടമ്പടി. കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചത്. ഓപ്ഷൻ സി വി ടി ഭട്ടതിരിപ്പാട്. കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചത് വി ടി ഭട്ടതിരിപ്പാട്. മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആര്? ഓപ്ഷൻ ബി ആഞ്ചലോസ് ഫ്രാൻസിസ്. മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആര്? ആഞ്ചലോസ് ഫ്രാൻസിസ്. ചാന്നാർ ലഹള നടന്ന വർഷം ഏത്? ഓപ്ഷൻ ബി 1859. ചാന്നാർ ലഹള നടന്ന വർഷം ഏത്? 1859. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ആരുടെ പ്രശസ്തമായ വാക്കുകളാണിത്? ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ആരുടെ പ്രശസ്തമായ വാക്കുകളാണിത്? ശ്രീനാരായണ ഗുരു. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? ഓപ്ഷൻ എ കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? കെ കേളപ്പൻ. ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ഓപ്ഷൻ ബി സി ശങ്കരൻ നായർ. ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? സി ശങ്കരൻ നായർ. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവമേത്? ഓപ്ഷൻ എ മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവമേത്? മലയാളി മെമ്മോറിയൽ. മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിത ആര്? ഓപ്ഷൻ സി എ വി കുട്ടിമാളു അമ്മ. മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിത ആര്? എ വി കുട്ടിമാളു അമ്മ. സ്വാതന്ത്ര്യാനന്തരം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഏത്? ഓപ്ഷൻ ബി പയ്യന്നൂർ. സ്വാതന്ത്ര്യാനന്തരം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഏത്? പയ്യന്നൂർ. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ചതാര്? ഓപ്ഷൻ ഡി വക്കം അബ്ദുൽ ഖാദർ മൗലവി. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ചതാര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര്? ഓപ്ഷൻ ബി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ചതാര്? ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമികൾ. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ചതാര്? വൈകുണ്ഠസ്വാമികൾ. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. ആരാണ് ഈ പ്രഖ്യാപനം നടത്തിയത്? ഓപ്ഷൻ ഡി അയ്യങ്കാളി. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. ആരാണ് ഈ പ്രഖ്യാപനം നടത്തിയത്? അയ്യങ്കാളി. സവർണജാഥ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ വൈക്കം സത്യാഗ്രഹം. സവർണജാഥ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈക്കം സത്യാഗ്രഹം. വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികള്. വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികൾ. താഴെ തന്നിരിക്കുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേത് അല്ലാത്ത കൃതി ഏത്?
ഓപ്ഷൻ സി ജാതിക്കുമ്മി. താഴെ തന്നിരിക്കുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേത് അല്ലാത്ത കൃതി ഏത്? ജാതിക്കുമ്മി. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി ഉത്തരവ് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആര്? ഓപ്ഷൻ എ ഗൗരി പാർവതി ഭായി. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി ഉത്തരവ് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആര്? ഗൗരി പാർവതി ഭായി. പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കിയ നോവലാണ് കേരളസിംഹം. ഇത് രചിച്ചതാര്? ഓപ്ഷൻ ബി സർദാർ KM പണിക്കർ. പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കിയ നോവലാണ് കേരളസിംഹം. ഇത് രചിച്ചതാര്? സർദാർ KM പണിക്കർ. 1916 മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നു. ആരുടെ അധ്യക്ഷതയിൽ? ഓപ്ഷൻ ഡി ആനി ബെസന്റ്. 1916 മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നു. ആരുടെ അധ്യക്ഷതയിൽ? ആനി ബെസന്റിൻ്റെ. പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ആര്? ഓപ്ഷൻ എ കുമാരഗുരുദേവൻ. പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ആര്? കുമാരഗുരുദേവൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളി ആരായിരുന്നു? ഓപ്ഷൻ എ ചേറ്റൂർ ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളിയായിരുന്നു ചേറ്റൂർ ശങ്കരൻ നായർ. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവിനെ കണ്ടെത്തുക. ഓപ്ഷൻ സി EMS നമ്പൂതിരിപ്പാട്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവിനെ കണ്ടെത്തുക. EMS നമ്പൂതിരിപ്പാട്. 1921 അഖില കേരള അടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വച്ചാണ്? ഓപ്ഷൻ എ ഒറ്റപ്പാലം. 1921 അഖില കേരള അടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ഒറ്റപ്പാലം. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീച്ച ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാര്? ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമികൾ. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീച്ച ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാര്? വൈകുണ്ഠസ്വാമികൾ. ഋതുമതി എന്ന നാടകത്തിൻ്റെ രചയിതാവാര്? ഓപ്ഷൻ ബി പ്രേംജി. ഋതുമതി എന്ന നാടകത്തിൻ്റെ രചയിതാവാര്? പ്രേംജി. തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തോടുകൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനം ഏതായിരുന്നു? ഓപ്ഷൻ ഡി മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തോടുകൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനം ഏതായിരുന്നു? മലയാളി മെമ്മോറിയൽ. 1-ാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്തു നിന്നും കുളത്തൂർ കുന്നിലേക്ക് ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാര്? ഓപ്ഷൻ ഡി കുമാരഗുരുദേവൻ. 1-ാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്തു നിന്നും കുളത്തൂർ കുന്നിലേക്ക് ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാര്? കുമാരഗുരുദേവൻ. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നത് എവിടെ വച്ചാണ്? ഓപ്ഷൻ എ പയ്യന്നൂർ. സിവിൽ നിയമ ലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നത് എവിടെ വച്ചാണ്? പയ്യന്നൂർ. 1904 അധസ്ഥിതർക്കു മാത്രമായി ഒരു വിദ്യാലയം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ സി അയ്യങ്കാളി. 1904 അധസ്ഥിതർക്കു മാത്രമായി ഒരു വിദ്യാലയം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? അയ്യങ്കാളി. കയ്യൂർ സമരം നടന്ന വർഷം? ഓപ്ഷൻ ബി 1941 മാർച്ച് 28. കയ്യൂർ സമരം നടന്ന വർഷം 1941 മാർച്ച് 28. കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നടത്തിയത് ആര്? ഓപ്ഷൻ ഡി AK ഗോപാലൻ. കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നടത്തിയത് ആര്? AK ഗോപാലൻ.
ചെമ്പഴന്തി ഗ്രാമത്തിൽ ജനിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ്. ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു. ചെമ്പഴന്തി ഗ്രാമത്തിൽ ജനിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം. ഓപ്ഷൻ ഡി പയ്യന്നൂർ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം പയ്യന്നൂർ. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ്. ഓപ്ഷൻ ബി EMS നമ്പൂതിരിപ്പാട്. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് EMS നമ്പൂതിരിപ്പാട്. ചുവടെ കൊടുത്തതിൽ നിന്നും മലബാർ കലാപവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി 1 and 3. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919 ഏപ്രിൽ 13 നടന്ന സംഭവം. ചുവടെ കൊടുത്തതിൽ നിന്നും മലബാർ കലാപവുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവനകൾ. വാഗൺ ട്രാജഡി, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതിക്കോയ തങ്ങൾ എന്നിവർ നേതാക്കന്മാരായിരുന്നു. ഇത് പ്രത്യേകം ഓർത്തു വെച്ചോണം. മലബാർ കലാപവുമായി ബന്ധമുള്ള പ്രസ്താവനകൾ. വാഗൺ ട്രാജഡി, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതിക്കോയ തങ്ങൾ എന്നിവർ നേതാക്കന്മാരായിരുന്നു. കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഓപ്ഷൻ എ അയ്യങ്കാളി. കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി. സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഓപ്ഷൻ എ മന്നത്ത് പത്മനാഭൻ. സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭൻ. താഴെ പറയുന്നവയിൽ ശരിയായ കാലഗണനാ ക്രമത്തിലുള്ളത് കണ്ടെത്തുക. ഓപ്ഷൻ ഡി വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, പാലിയം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം 1924, ഗുരുവായൂർ സത്യാഗ്രഹം 1931, ക്ഷേത്രപ്രവേശന വിളംബരം 1936, പാലിയം സത്യാഗ്രഹം 1947-48 കാലയളവിൽ. ഈ വർഷങ്ങളും കൂടെ ഓർത്തു വെച്ചോണം കേട്ടോ. ഓക്കെ. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം. ഓപ്ഷൻ ഡി 1946. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. ആധുനിക കാലത്തെ മഹാ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏത്? ഓപ്ഷൻ എ ക്ഷേത്രപ്രവേശന വിളംബരം. ആധുനിക കാലത്തെ മഹാ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ക്ഷേത്രപ്രവേശന വിളംബരം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചതാര്? ഓപ്ഷൻ സി VT ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചതാര്? VT ഭട്ടതിരിപ്പാട്. ഇനി ക്ഷേത്ര നിർമ്മാണമില്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവാര്? ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു. ഇനി ക്ഷേത്ര നിർമ്മാണമില്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവാര്? ശ്രീനാരായണ ഗുരു. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്ത്? ഓപ്ഷൻ സി അയ്യപ്പൻ. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്ത്? അയ്യപ്പൻ. പഴശ്ശിക്കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആര്? ഓപ്ഷൻ എ തോമസ് ഹാർവേ ബാബർ. പഴശ്ശിക്കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആര്? തോമസ് ഹാർവേ ബാബർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി 1, 2, 3, 4. മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നു. മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ കലാപങ്ങൾ അടിച്ചമർത്താൻ രൂപീകരിച്ചു. കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിൻ്റെ കാരണം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നു. മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ കലാപങ്ങൾ അടിച്ചമർത്താൻ രൂപീകരിച്ചു. കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിൻ്റെ കാരണം. കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്തുക. ഓപ്ഷൻ സി കുണ്ടറ വിളംബരം 1809, മലയാളി മെമ്മോറിയൽ 1891, ഗുരുവായൂർ സത്യാഗ്രഹം 1931, നിവർത്തന പ്രക്ഷോഭം 1932. ഈ വർഷങ്ങളും കൂടെ ഉൾപ്പെടുത്തി പഠിക്കുക കേട്ടോ. കുണ്ടറ വിളംബരം 1809,
മലയാളി മെമ്മോറിയൽ 1891, ഗുരുവായൂർ സത്യാഗ്രഹം 1931, നിവർത്തന പ്രക്ഷോഭം 1932. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നവോത്ഥാന നായകർ സംഘടനകൾ: അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ പ്രത്യക്ഷരക്ഷാ ദൈവസഭ, വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം, വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം. നവോത്ഥാന നായകർ സംഘടനകൾ: അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ പ്രത്യക്ഷരക്ഷാ ദൈവസഭ, വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം, വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏത്? ഓപ്ഷൻ ബി വേദാധികാര നിരൂപണം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏത്? വേദാധികാര നിരൂപണം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാ ക്രമം ഏത്? ഓപ്ഷൻ ബി 2, 4, 1, 3. ചാന്നാർ ലഹള 1859, മലബാർ കലാപം 1921, വൈക്കം സത്യാഗ്രഹം 1924, ക്ഷേത്രപ്രവേശന വിളംബരം 1936. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാ ക്രമം. ഈ വർഷങ്ങൾ ഉൾപ്പെടെ പഠിച്ചു വെക്കുക കേട്ടോ. ചാന്നാർ ലഹള 1859, മലബാർ കലാപം 1921, വൈക്കം സത്യാഗ്രഹം 1924, ക്ഷേത്രപ്രവേശന വിളംബരം 1936. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ സി 1, 3. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തി പാട്ടുകളിലൂടെയാണ് തൻ്റെ ആശയം പ്രചരിപ്പിച്ചത്. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ: ഒന്നാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തി പാട്ടുകളിലൂടെയാണ് തൻ്റെ ആശയം പ്രചരിപ്പിച്ചത്. ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷണറി സംഘങ്ങൾ: ഓപ്ഷൻ എ 1, 3. ലണ്ടൻ മിഷൻ സൊസൈറ്റി, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷണറി സംഘങ്ങൾ: ലണ്ടൻ മിഷൻ സൊസൈറ്റി, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. കേരളത്തിലെ നവോത്ഥാന നായകരും അവർ സ്ഥാപിച്ച പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ബി വക്കം അബ്ദുൽ ഖാദർ മൗലവി, കേരള മുസ്ലിം ഐക്യ സംഘം, അയ്യങ്കാളി സാധുജന പരിപാലന യോഗം, വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം, ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. കേരളത്തിലെ നവോത്ഥാന നായകരും അവർ സംഘടിപ്പിച്ച പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച ശരിയായ ജോഡി: വക്കം അബ്ദുൽ ഖാദർ മൗലവി, കേരള മുസ്ലിം ഐക്യ സംഘം, അയ്യങ്കാളി സാധുജന പരിപാലന യോഗം, വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം, ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകനാരാണ്? ഓപ്ഷൻ എ വക്കം അബ്ദുൽ ഖാദർ മൗലവി. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകനാരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി വേലുത്തമ്പി കലാപം. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് വേലുത്തമ്പി കലാപം. ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത്? ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ. ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത് ചട്ടമ്പി സ്വാമികൾ. പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ബി മലബാർ കലാപം. പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? മലബാർ കലാപം. താഴെ പറയുന്നവയിൽ ഗ്രൂപ്പിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി നിജാനന്ദ വിലാസം. താഴെ പറയുന്നവയിൽ ഗ്രൂപ്പിൽ പെടാത്തത് നിജാനന്ദ വിലാസം. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം ഏതായിരുന്നു? ഓപ്ഷൻ എ പയ്യന്നൂർ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം ഏതായിരുന്നു? പയ്യന്നൂർ. ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് എവിടെ? ഓപ്ഷൻ ബി തൃശൂർ 1936. ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് എവിടെ? തൃശൂർ 1936. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചതാരാണ്? ഓപ്ഷൻ ബി അയ്യങ്കാളി. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചതാരാണ്? അയ്യങ്കാളി. കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ. കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്
പണ്ഡിറ്റ് കറുപ്പൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവമാണ് ഓപ്ഷൻ ഡി സവർണ ജാഥ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവം സവർണ ജാഥ. സമത്വ സമാജം രൂപീകരിച്ചത് ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമികൾ. സമത്വ സമാജം രൂപീകരിച്ചത് വൈകുണ്ഠസ്വാമികൾ. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് ഓപ്ഷൻ ഡി ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. കേരള കൗമുദി പ്രസിദ്ധപ്പെടുത്തിയ വർഷം ഓപ്ഷൻ എ 1911. കേരള കൗമുദി പ്രസിദ്ധപ്പെടുത്തിയ വർഷം 1911. ചട്ടമ്പിസ്വാമികൾ സമാധിയായ സ്ഥലം ഓപ്ഷൻ സി പന്മന. ചട്ടമ്പിസ്വാമികൾ സമാധിയായ സ്ഥലം പന്മന. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേരെന്ത്? ഓപ്ഷൻ സി എൻ്റെ ജീവിത സ്മരണകൾ. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേരെന്ത്? എൻ്റെ ജീവിത സ്മരണകൾ. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം ഏത്? ഓപ്ഷൻ എ 1925. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം ഏത്? 1925. ആധുനിക കാലത്തെ അത്ഭുത സംഭവമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെ? ഓപ്ഷൻ ബി ക്ഷേത്രപ്രവേശന വിളംബരം. ആധുനിക കാലത്തെ അത്ഭുത സംഭവമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെ? ക്ഷേത്രപ്രവേശന വിളംബരം. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം ഓപ്ഷൻ ബി 1888. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം 1888. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം ഏതായിരുന്നു? ഓപ്ഷൻ സി കീഴരിയൂർ ബോംബ് കേസ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം ഏതായിരുന്നു? കീഴരിയൂർ ബോംബ് കേസ്. തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം ഓപ്ഷൻ ഡി 1949. തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം 1949. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന ഒരേയൊരു മലയാളി ആരായിരുന്നു? ഓപ്ഷൻ എ സി ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന ഒരേയൊരു മലയാളി ആരായിരുന്നു? സി ശങ്കരൻ നായർ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാരായിരുന്നു? വാഗ്ഭടാനന്ദൻ. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് ഉദ്ബോധിപ്പിച്ചതാര്? ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് ഉദ്ബോധിപ്പിച്ചതാരാണ്? ശ്രീനാരായണ ഗുരു. ചുവടെ തന്നിട്ടുള്ളതിൽ ചട്ടമ്പിസ്വാമികൾ രചിച്ച ഗ്രന്ഥമേത്? ഓപ്ഷൻ ഡി പ്രാചീന മലയാളം. ചുവടെ തന്നിട്ടുള്ളതിൽ ചട്ടമ്പിസ്വാമികൾ രചിച്ച ഗ്രന്ഥമേത്? പ്രാചീന മലയാളം. ആധുനിക കാലത്തെ അത്ഭുതം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച സംഭവം ഏത്? ഓപ്ഷൻ ബി ക്ഷേത്രപ്രവേശന വിളംബരം. ആധുനിക കാലത്തെ അത്ഭുതം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച സംഭവം ഏത്? ക്ഷേത്രപ്രവേശന വിളംബരം. പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ചതാര്? ഓപ്ഷൻ എ കുമാരഗുരുദേവൻ. പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ചതാര്? കുമാരഗുരുദേവൻ. വി ടി ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ ബി നാടകം. വി ടി ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? നാടകം. ചുവടെ തന്നിട്ടുള്ളവയിൽ സി കേശവനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവം ഏത്? ഓപ്ഷൻ ഡി കോഴഞ്ചേരി പ്രസംഗം. ചുവടെ തന്നിട്ടുള്ളവയിൽ സി കേശവനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവം ഏത്? കോഴഞ്ചേരി പ്രസംഗം. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ്? ഓപ്ഷൻ ബി ചട്ടമ്പിസ്വാമികൾ. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ചട്ടമ്പിസ്വാമികൾ. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ സി അയ്യങ്കാളി. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? അയ്യങ്കാളി. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം? ഓപ്ഷൻ എ തൃശൂർ. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം തൃശൂർ. സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888
ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം? ഓപ്ഷൻ എ അരുവിപ്പുറം. സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം? അരുവിപ്പുറം. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല? ഓപ്ഷൻ സി മലബാർ. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല മലബാർ. മലബാറിൽ 1930 നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം? ഓപ്ഷൻ എ പയ്യന്നൂർ. മലബാറിൽ 1930 നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം പയ്യന്നൂർ. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ച നേതാവ്? ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ച നേതാവ് മന്നത്ത് പത്മനാഭൻ. മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ഓപ്ഷൻ സി ചാന്നാർ ലഹള. മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ചാന്നാർ ലഹള. പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ സ്ഥാപകനാര്? പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ. പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ സ്ഥാപകനാര്? പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ. വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ എ 1ഉം 3ഉം. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചു. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന നിലപാട്. വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചു. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന നിലപാട്. ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയ പ്രതിഷ്ഠ എവിടെയാണ്? ഓപ്ഷൻ ഡി കളവൻകോട്. ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയ പ്രതിഷ്ഠ എവിടെയാണ്? കളവൻകോട്. താഴെ നൽകിയിരിക്കുന്നവരിൽ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നത് ആരാണ്? ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ. താഴെ നൽകിയിരിക്കുന്നവരിൽ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. ജീവിത സമരം ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ ബി സി കേശവൻ. ജീവിത സമരം ആരുടെ ആത്മകഥയാണ്? സി കേശവൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി 1 and 2. സവർണജാഥ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. 1925 സത്യാഗ്രഹം അവസാനിപ്പിച്ചു. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. സവർണജാഥ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. 1925 വൈക്കം സത്യാഗ്രഹം അവസാനിപ്പിച്ചു. ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ആദ്യ അഖില കേരള പ്രവിശ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ? ഓപ്ഷൻ സി ടി പ്രകാശം. ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ആദ്യ അഖില കേരള പ്രവിശ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ടി പ്രകാശം. ആത്മവിദ്യാ സംഘം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചതാര്? ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാ സംഘം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചതാര്? വാഗ്ഭടാനന്ദൻ. വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ എ അയ്യങ്കാളി. വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയതാര്? ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയതാര്? ജവഹർലാൽ നെഹ്റു. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ രചയിതാവ്? ഓപ്ഷൻ ഡി വി ടി ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ രചയിതാവ് വി ടി ഭട്ടതിരിപ്പാട്. സമത്വ സമാജം സ്ഥാപിച്ചതാര്? ഓപ്ഷൻ എ വൈകുണ്ഠസ്വാമികൾ. സമത്വ സമാജം സ്ഥാപിച്ചതാര്? വൈകുണ്ഠസ്വാമികൾ. തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടുടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിനു വേണ്ടി നടന്ന സമരം? ഓപ്ഷൻ ബി ചാന്നാർ ലഹള. തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടുടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിനു വേണ്ടി നടന്ന സമരം ചാന്നാർ ലഹള. തൃപ്പടിദാനം നടന്ന വർഷം? ഓപ്ഷൻ സി 1750 ജാനുവരി 3. തൃപ്പടിദാനം നടന്ന വർഷം 1750 ജാനുവരി 3. ഏഴിമല രാജവംശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൂഷകവംശ മഹാകാവ്യം രചിച്ചത് ആരാണ്? ഓപ്ഷൻ ബി അതുലൻ. ഏഴിമല രാജവംശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൂഷകവംശ മഹാകാവ്യം രചിച്ചത് ആരാണ്? അതുലൻ.
അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി പുന്നപ്ര വയലാർ സമരം. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പുന്നപ്ര വയലാർ സമരം. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുമമലെ വിവേകികൾ. ഈ വരികൾ ആരുടേതാണ്? ഓപ്ഷൻ ബി കുമാരനാശാൻ. പഴശ്ശിരാജയെക്കുറിച്ച് എഴുതിയ പുസ്തകമാണ് കേരള സിംഹം. ആരാണ് ഇതെഴുതിയത്? സർദാർ കെ.എം. പണിക്കർ. പഴശ്ശിരാജയെക്കുറിച്ച് എഴുതിയ പുസ്തകമാണ് കേരള സിംഹം. ആരാണ് ഇതെഴുതിയത്? സർദാർ കെ.എം. പണിക്കർ. താഴെ പറയുന്നവയിൽ വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന സമരം ഏതായിരുന്നു? ഓപ്ഷൻ എ ചാന്നാർ ലഹള. താഴെ പറയുന്നവയിൽ വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന സമരം ഏതായിരുന്നു? ചാന്നാർ ലഹള. ഇന്ത്യൻ നാഷണൽ ആർമിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മലയാളി വനിത ആരായിരുന്നു? ഓപ്ഷൻ സി ക്യാപ്റ്റൻ ലക്ഷ്മി. ഇന്ത്യൻ നാഷണൽ ആർമിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മലയാളി വനിത ആരായിരുന്നു? ക്യാപ്റ്റൻ ലക്ഷ്മി. ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? ഓപ്ഷൻ സി ക്ഷേത്രപ്രവേശന വിളംബരം. ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരം. കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെട്ടതാര്? ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ. കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികൾ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം? ഓപ്ഷൻ ഡി ആറ്റിങ്ങൽ കലാപം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹ്യ പരിഷ്കർത്താവാര്? ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹ്യ പരിഷ്കർത്താവാര്? ശ്രീനാരായണ ഗുരു. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണജാഥ സംഘടിപ്പിച്ചതാര്? ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണജാഥ സംഘടിപ്പിച്ചത് മന്നത്ത് പത്മനാഭൻ. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നും ഭാരതകേസരി എന്നും അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നും ഭാരതകേസരി എന്നും അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ? ഓപ്ഷൻ സി എ കെ ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലൻ. തുലാം 10 സമരം എന്നറിയപ്പെടുന്ന സമരം ഏത്? ഓപ്ഷൻ എ പുന്നപ്ര വയലാർ സമരം. തുലാം 10 സമരം എന്നറിയപ്പെടുന്ന സമരം പുന്നപ്ര വയലാർ സമരം. താഴെ പറയുന്നവയിൽ ഏതാണ് 1806 നടന്നത്? വെല്ലൂർ കലാപം. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചതാര്? ഓപ്ഷൻ എ ജി ശങ്കരക്കുറുപ്പ്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചതാര്? ജി ശങ്കരക്കുറുപ്പ്. വിവേകോദയത്തിന്റെ സ്ഥാപകനാര്? ഓപ്ഷൻ എ കുമാരനാശാൻ. വിവേകോദയത്തിന്റെ സ്ഥാപകൻ കുമാരനാശാൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി 1 to 4. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭം ടി കെ മാധവൻ നേതൃത്വം നൽകി. മന്നത്തു പത്മനാഭൻ സവർണജാഥ നയിച്ചു. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ: സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭം ടി കെ മാധവൻ നേതൃത്വം നൽകി. മന്നത്തു പത്മനാഭൻ സവർണജാഥ നയിച്ചു. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര്? ഓപ്ഷൻ ബി ടി കെ മാധവൻ. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര്? ടി കെ മാധവൻ. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവാര്? ഓപ്ഷൻ സി സ്വാമി വിവേകാനന്ദൻ. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവാര്? സ്വാമി വിവേകാനന്ദൻ. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാര്? ഓപ്ഷൻ ഡി വക്കം അബ്ദുൽ ഖാദർ മൗലവി. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ? ഓപ്ഷൻ സി വൈകുണ്ഠ സ്വാമികൾ.
സമത്വ സമാജത്തിൻ്റെ സ്ഥാപകൻ വൈകുണ്ഠസ്വാമികൾ. തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി. ഓപ്ഷൻ ബി റാണി ഗൗരി ലക്ഷ്മി ഭായി. തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മി ഭായി. കല്ലുമാല സമരം നടത്തിയതാര്? ഓപ്ഷൻ ബി അയ്യങ്കാളി. കല്ലുമാല സമരം നടത്തിയതാര്? അയ്യങ്കാളി. ജാതിക്കുമ്മി എന്ന കവിത രചിച്ചത്? ഓപ്ഷൻ എ പണ്ഡിറ്റ് കെ പി കറുപ്പൻ. ജാതിക്കുമ്മി എന്ന കവിത രചിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ. തോൽവിറക് സമരം നടന്നത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ കാസർഗോഡ്. തോൽവിറക് സമരം നടന്നത് ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. കുണ്ട്ര വിളംബരം നടന്ന വർഷം? ഓപ്ഷൻ ബി 1809. കുണ്ട്ര വിളംബരം നടന്ന വർഷം 1809. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം? ഓപ്ഷൻ എ പയ്യന്നൂർ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം പയ്യന്നൂർ. ഗാന്ധിജി എന്തിനെയാണ് ആധുനികതയിലെ മഹാ അത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത്? ഓപ്ഷൻ ഡി ക്ഷേത്രപ്രവേശന വിളംബരം. ഗാന്ധിജി എന്തിനെയാണ് ആധുനികതയിലെ മഹാ അത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത്? ക്ഷേത്രപ്രവേശന വിളംബരം. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. മന്നത്ത് പത്മനാഭനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ എ 1, 2, 3. 1947 മുതുകുളം പ്രസംഗവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ്. 1959 വിമോചന സമരത്തിന് നേതൃത്വം നൽകി ഭാരതകേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. മന്നത്ത് പത്മനാഭനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ: 1947 മുതുകുളം പ്രസംഗവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. 1959 വിമോചന സമരത്തിന് നേതൃത്വം നൽകി ഭാരതകേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. കുമാര ഗുരുവിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ഡി 4 മാത്രം. ഞാനിവിടെ ശരിയായ പ്രസ്താവനകളാണ് വായിക്കുന്നത്. ശരിയായ പ്രസ്താവനകൾ 1, 2, 3 ആണ് ശരിയായ പ്രസ്താവനകൾ. പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്നു. പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ സ്ഥാപകൻ. വെട്ടിയാട് അടിലഹള ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കുമാര ഗുരുവിനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ: പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്നു. പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ സ്ഥാപകൻ. വെട്ടിയാട് അടിലഹള ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വി ടി ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. എല്ലാം ശരിയാണ്. നാനാജാതി മതസ്ഥർ ഒന്നിച്ചു താമസിക്കുന്ന കൊടുമുണ്ട കോളനി എന്ന ആശയം ഘോഷ ബഹിഷ്കരണം. വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ചു. മിശ്ര വിവാഹത്തിന് തുടക്കം കുറിച്ചു. വി ടി ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്താവനകൾ: നാനാജാതി മതസ്ഥർ ഒന്നിച്ചു താമസിക്കുന്ന കൊടുമുണ്ട കോളനി എന്ന ആശയം ഘോഷ ബഹിഷ്കരണം. വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ചു. മിശ്ര വിവാഹത്തിന് തുടക്കം കുറിച്ചു. പണ്ഡിറ്റ് കെ പി കറുപ്പൻ സ്ഥാപിച്ച സംഘടനകൾ കണ്ടെത്തുക. ഓപ്ഷൻ ബി 2, 3, 4. അരേ സമുദായം, ജ്ഞാനോദയം സഭ, കൊച്ചി പുലയ മഹാസഭ. പണ്ഡിറ്റ് കെ പി കറുപ്പൻ സ്ഥാപിച്ച സംഘടനകൾ: അരേ സമുദായം, ജ്ഞാനോദയം സഭ, കൊച്ചി പുലയ മഹാസഭ. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട വസ്തുതകളുടെ ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ സി അരുവിപ്പുറം പ്രതിഷ്ഠ 1888. ടാഗോറിന്റെ സന്ദർശനം 1922. ഗാന്ധിജിയുടെ സന്ദർശനം 1925. ഗുരുവിന്റെ സമാധി 1928. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട വസ്തുതകളുടെ ശരിയായ ജോഡി: അരുവിപ്പുറം പ്രതിഷ്ഠ 1888. ടാഗോറിന്റെ സന്ദർശനം 1922. ഗാന്ധിജിയുടെ സന്ദർശനം 1925. ഗുരുവിന്റെ സമാധി 1928. ചട്ടമ്പി സ്വാമികളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ: ഓപ്ഷൻ എ 1, 3. 1892 സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചു. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ എന്നിവരുടെ ഗുരുവായിരുന്നു തൈക്കാടയ്യ ഗുരു. ചട്ടമ്പി സ്വാമികളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ: 1892 സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചു. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ എന്നിവരുടെ ഗുരുവായിരുന്നു തൈക്കാടയ്യ ഗുരു. അയ്യങ്കാളിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ബി 3, 4. ശരിയായ പ്രസ്താവനകൾ: 1937 അയ്യങ്കാളിയെ സന്ദർശിച്ച ഗാന്ധിജി അദ്ദേഹത്തെ പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചു. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. അയ്യങ്കാളിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത്: 1937 അയ്യങ്കാളിയെ സന്ദർശിച്ച ഗാന്ധിജി അദ്ദേഹത്തെ പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചു. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു.
ബാക്കി 2 പ്രസ്താവനകളുണ്ട്, അതൊന്ന് കറക്റ്റ് ചെയ്ത് പറയാം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി വില്ലുവണ്ടി സമരം നടത്തിയത് 1893-ലാണ്. കല്ലുമാല സമരം നടത്തിയത് 1915-ലാണ്. അയ്യങ്കാളിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവനകൾ ഒന്ന് കറക്റ്റ് ചെയ്ത് പറയുവാണ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയത് 1893-ലാണ്. അയ്യങ്കാളി കല്ലുമാല സമരം നടത്തിയത് 1915-ലാണ്. ഓക്കെ. തിരുവിതാംകൂറിൽ നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ സി 3 മാത്രം. 1932 സംവരണം ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായം ചേർന്ന് നിവർത്തന പ്രക്ഷോഭം. തിരുവിതാംകൂറിൽ നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന 1932 സംവരണം ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായം ചേർന്ന് നിവർത്തന പ്രക്ഷോഭം. അക്കമ്മച്ചെറിയാനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നു. തിരുവനന്തപുരത്തെ ജോവാൻ ഓഫ് ആർക്ക് എന്ന് വിശേഷിപ്പിക്കുന്നു. അക്കമ്മച്ചെറിയാന്റെ ആത്മകഥ ജീവിതം ഒരു സമരം. അക്കമ്മച്ചെറിയാനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ: തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നു. തിരുവനന്തപുരത്തെ ജോവാൻ ഓഫ് ആർക്ക് എന്ന് വിശേഷിപ്പിക്കുന്നു. അക്കമ്മച്ചെറിയാന്റെ ആത്മകഥ ജീവിതം ഒരു സമരം. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളും പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ സി വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം, സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം, വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം, വി.ടി. ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളും പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച ശരിയായ ജോഡി വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം, സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം, വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം, വി.ടി. ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ. വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികൾ. സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം. ഓപ്ഷൻ സി വിദ്യാപോഷിണി. സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം വിദ്യാപോഷിണി. നൽകിയിരിക്കുന്നതിൽ EMS നമ്പൂതിരിപ്പാടിന്റെ കൃതി 1.25 കോടി മലയാളികൾ. EMS നമ്പൂതിരിപ്പാടിന്റെ കൃതി 1.25 കോടി മലയാളികൾ. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ. ഓപ്ഷൻ സി AK ഗോപാലൻ. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ AK ഗോപാലൻ. സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത്. ഓപ്ഷൻ ഡി അയ്യങ്കാളി. സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളി. ദേശസേവിക സംഘം സ്ഥാപിച്ചതാര്? ഓപ്ഷൻ സി അക്കമ്മച്ചെറിയാൻ. ദേശസേവിക സംഘം സ്ഥാപിച്ചതാര്? അക്കമ്മച്ചെറിയാൻ. അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ഓപ്ഷൻ സി ആഗമാനന്ദ സ്വാമി. അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ആഗമാനന്ദ സ്വാമി. തൂവയൽ പന്തികൾ എന്നറിയപ്പെട്ട കൂട്ടായ്മ സ്ഥാപിച്ചതാര്? ഓപ്ഷൻ എ വൈകുണ്ഠസ്വാമി. തൂവയൽ പന്തികൾ എന്നറിയപ്പെട്ട കൂട്ടായ്മ സ്ഥാപിച്ചതാര്? വൈകുണ്ഠസ്വാമി. സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിന്റെ കർത്താവ്. ഓപ്ഷൻ ബി അയ്യത്താൻ ഗോപാലൻ. സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിന്റെ കർത്താവ് അയ്യത്താൻ ഗോപാലൻ. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഓപ്ഷൻ ഡി തിരുവനന്തപുരം. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം. പഴശ്ശി കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയത്. ഓപ്ഷൻ എ MT വാസുദേവൻ നായർ. പഴശ്ശി കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയത് MT വാസുദേവൻ നായർ. ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ. ഓപ്ഷൻ സി കുറിച്യർ കുറുമ്പർ. ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ കുറിച്യർ കുറുമ്പർ. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം ഏത്? ഓപ്ഷൻ ബി മലയാളി മെമ്മോറിയൽ. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം ഏത്? മലയാളി മെമ്മോറിയൽ.
1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം. ഓപ്ഷൻ ബി മിതവാദി. 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം മിതവാദി. 1913 ചരിത്ര പ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ. ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ. 1913 ചരിത്ര പ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ പണ്ഡിറ്റ് കറുപ്പൻ. ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനായിരുന്ന നവോത്ഥാന നായകൻ. ഓപ്ഷൻ ഡി ആഗമാനന്ദ സ്വാമി. ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനായിരുന്ന നവോത്ഥാന നായകൻ ആഗമാനന്ദ സ്വാമി. സിസ്റ്റേഴ്സ് ഓഫ് ദി കോൺഗ്രിഗേഷൻ ഓഫ് ദി മദർ ഓഫ് കാർമൽ എന്ന സന്യാസിനി സഭ സ്ഥാപിച്ചതാര്? ഓപ്ഷൻ ബി കുര്യാക്കോസ് ഏലിയാസ് ചാവറ. സിസ്റ്റേഴ്സ് ഓഫ് ദി കോൺഗ്രിഗേഷൻ ഓഫ് ദി മദർ ഓഫ് കാർമൽ CMC എന്ന സന്യാസിനി സഭ സ്ഥാപിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. വാഴത്തട വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നവോത്ഥാന നായകൻ ആര്? ഓപ്ഷൻ ഡി കുര്യാക്കോസ് ഏലിയാസ് ചാവറ. വാഴത്തട വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നവോത്ഥാന നായകൻ ആര്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. തിരുനാൾ കുമ്മി എന്ന കൃതിയുടെ കർത്താവ് ആര്? ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ. തിരുനാൾ കുമ്മി എന്ന കൃതിയുടെ കർത്താവ് ആര്? പണ്ഡിറ്റ് കറുപ്പൻ. മയ്യഴി ജനകീയ സമരത്തിന് നേതൃത്വം കൊടുത്തത്? ഓപ്ഷൻ സി IK കുമാരൻ മാസ്റ്റർ. മയ്യഴി ജനകീയ സമരത്തിന് നേതൃത്വം കൊടുത്തത് IK കുമാരൻ മാസ്റ്റർ. എടച്ചേന കുങ്കൻ നായർ, തലയ്ക്കൽ ചന്തു, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈത്തേരി അമ്പു എന്നിവർ ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ പഴശ്ശി കലാപം. എടച്ചേന കുങ്കൻ നായർ, തലയ്ക്കൽ ചന്തു, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈത്തേരി അമ്പു എന്നിവർ ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഴശ്ശി കലാപം. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി സമരം ആരുടെ നേതൃത്വത്തിലാണ് നടന്നത്? ഓപ്ഷൻ എ അയ്യങ്കാളി. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി സമരം ആരുടെ നേതൃത്വത്തിലായിരുന്നു നടന്നത്? അയ്യങ്കാളി. പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയെ ഊരൂട്ടമ്പലം സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതിനെ സവർണ സമുദായക്കാർ എതിർത്തതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭം. ഓപ്ഷൻ ഡി 90-ാം ആണ്ട് ലഹള. പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയെ ഊരൂട്ടമ്പലം സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതിനെ സവർണ സമുദായക്കാർ എതിർത്തതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭം 90-ാം ആണ്ട് ലഹള. ആത്മോപദേശ ശതകത്തിന്റെ കർത്താവാര്? ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. ആത്മോപദേശ ശതകത്തിന്റെ കർത്താവാര്? ശ്രീനാരായണ ഗുരു. കന്യാകുമാരിയിലെ ശാസ്താംകോയിലിൽ ജനിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? ഓപ്ഷൻ സി വൈകുണ്ഠസ്വാമികൾ. കന്യാകുമാരിയിലെ ശാസ്താംകോയിലിൽ ജനിച്ച കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? വൈകുണ്ഠസ്വാമികൾ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? ഓപ്ഷൻ ബി വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. പ്രത്യക്ഷരക്ഷാ ദേവസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ ഡി പൊയ്കയിൽ കുമാരഗുരു. പ്രത്യക്ഷരക്ഷാ ദേവസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് പൊയ്കയിൽ കുമാരഗുരു. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ ഡി മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? മന്നത്ത് പത്മനാഭൻ. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി? ഓപ്ഷൻ സി വക്കം അബ്ദുൽ ഖാദർ. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി വക്കം അബ്ദുൽ ഖാദർ. വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ ബി അയ്യങ്കാളി. വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? അയ്യങ്കാളി. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചതാര്? ഓപ്ഷൻ എ VT ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചതാര്? VT ഭട്ടതിരിപ്പാട്. വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചതാര്? ചട്ടമ്പി സ്വാമികൾ. വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചതാര്? ചട്ടമ്പി സ്വാമികൾ. വീരകേരള സിംഹം എന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത് ആരെ? ഓപ്ഷൻ സി പഴശ്ശിരാജ.
വീര കേരള സിംഹം എന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത് ആരെ? പഴശ്ശിരാജ. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം ഏതാണ്? ഓപ്ഷൻ ഡി വൈക്കം സത്യാഗ്രഹം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം വൈക്കം സത്യാഗ്രഹം. SNDP രൂപീകരിക്കപ്പെട്ട വർഷം ഏത്? ഓപ്ഷൻ ഡി 1903. SNDP രൂപീകരിക്കപ്പെട്ട വർഷം 1903. ജനനവും മരണവും അവധി ദിനമായി കണക്കാക്കുന്ന ഒരേ ഒരു കേരളീയൻ? ശ്രീനാരായണ ഗുരു. ജനനവും മരണവും അവധി ദിനമായി കണക്കാക്കുന്ന ഒരേ ഒരു കേരളീയൻ ശ്രീനാരായണ. സ്വാതന്ത്ര്യ സമരകാലത്തെ മലയാള പത്രം സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ? ഓപ്ഷൻ ഡി CP ഗോവിന്ദപിള്ള. സ്വാതന്ത്ര്യ സമരകാലത്തെ മലയാള പത്രം സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ CP ഗോവിന്ദപിള്ള. മാറുമറയ്ക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെട്ട പ്രക്ഷോഭം? ഓപ്ഷൻ ബി ചാന്നാർ ലഹള. മാറുമറയ്ക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെട്ട പ്രക്ഷോഭം ചാന്നാർ ലഹള. താഴെ പറയുന്നവരിൽ ആരാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത്? ഓപ്ഷൻ സി തലയ്ക്കൽ ചന്തു. താഴെ പറയുന്നവരിൽ ആരാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത്? തലയ്ക്കൽ ചന്തു. സമപന്തിഭോജനം നടപ്പിലാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവിനെ തിരിച്ചറിയുക. അയ്യാ വൈകുണ്ഠ സ്വാമികൾ. സമപന്തിഭോജനം നടപ്പിലാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യാ വൈകുണ്ഠ സ്വാമികൾ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ വേദാധികാര നിരൂപണം. ചട്ടമ്പി സ്വാമികളുടെ കൃതി വേദാധികാര നിരൂപണം. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. കേരളത്തിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ വാക്കുകളാണിവ. അദ്ദേഹം ആരാണെന്ന് തിരിച്ചറിയുക. ഓപ്ഷൻ ഡി മഹാത്മാ അയ്യങ്കാളി. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. കേരളത്തിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ വാക്കുകളാണിവ. അദ്ദേഹം ആരാണെന്ന് തിരിച്ചറിയുക. മഹാത്മാ അയ്യങ്കാളി. മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണജാഥ താഴെ പറയുന്ന ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി വൈക്കം സത്യാഗ്രഹം. മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണജാഥ താഴെ പറയുന്ന ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈക്കം സത്യാഗ്രഹം. ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയ സ്ഥലം കണ്ടെത്തുക. ഓപ്ഷൻ സി ആലുവ. ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയ സ്ഥലം കണ്ടെത്തുക. ആലുവ. ഓക്കെ, മറ്റന്നാൾ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു. പെട്ടെന്ന് മുറിച്ച്